അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ വിഷമാണെന്ന്. പക്ഷെ അത് വിഷമല്ല, അതില് നല്ല വില കൂടിയ സാധനം നമ്മൾ എടുക്കുമെന്നുള്ള ഇത് വെച്ച് അവർ വിഷം എന്ന് പറയുന്നതാണ്. വ്യക്തമാക്കണം ഇതെന്താണ് കപ്പലെന്ന് പറഞ്ഞത്, എന്താണ് ഇത്. ഇത് കഴിച്ച ഈ മത്സ്യം കഴിച്ച പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കൂലോ എന്ന് വ്യക്തമാക്കി തരണം. ജീവനോടെ കൊണ്ടുവന്ന മത്സ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്ക് പൊന്നു മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. ഈ മനുഷ്യരുരുകി പോകുന്നത് എന്തുകൊണ്ട് മീൻ ചാകൂല മോളെ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവര് പറയുന്ന മനുഷ്യര് തൊട്ട് കഴിഞ്ഞാൽ ഉരുകിപ്പോവും. ഓക്കെ, അപ്പൊ മീൻ ഉരുകുമല്ലോ, മത്സ്യം ജീവനോടെ വരുമില്ലല്ലോ. ഇത് മത്സ്യത്തിന്റെ ഉള്ളിൽ പോകുമ്പോ മത്സ്യം ചത്തല്ലോ. അതെന്തുകൊണ്ട് ഇവര് പറയുന്നില്ല? നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി തീരപ്രദേശത്ത് നിന്നും മറിഞ്ഞ കപ്പൽ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ, അത് മറിഞ്ഞതിന് ശേഷം അതിനുണ്ടായിരുന്ന നിരവധി കണ്ടെയ്നറുകളൊക്കെ കടലിലാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മത്സ്യം വാങ്ങരുത്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, കാരണം കണ്ടെയ്നറുകളിൽ ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് എങ്ങനെയാണ് ഇപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അത് മത്സ്യത്തൊഴിലാളികളെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇപ്പം നോക്കി കാണുന്നത്? ഇന്നലെ വാർത്ത ഞങ്ങൾ വാർത്തയിൽ അങ്ങനെ മത്സ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾ പറയുന്നു ഇങ്ങനെ ഓയിലാണ് ഇത് കണ്ടെയ്നറിലുള്ളത്, അതാണ് പൊട്ടി ഒഴിച്ചു വരുന്നത്, അതിപ്പോ മീനിലെല്ലാം വിഷമല്ലേ, ഞങ്ങൾക്ക് മീൻ വേണ്ട. ഇപ്പൊ ഞങ്ങൾ പിന്നെ വിഴിഞ്ഞത്തായിരുന്നാലും എവിടെയെങ്കിലും പോയി കൊണ്ടുവരുന്ന മീൻ ഞങ്ങൾ എങ്ങനെയാണ് വിൽക്കേണ്ടത്? ഞങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഞങ്ങൾ ഈ കാശിന് എവിടെ പോകും? ഞങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? ഞങ്ങൾ കഴിക്കുന്നു, ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമേ ഇല്ല. ഞങ്ങൾ ഇത്ര ദിവസം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഐസ് മീനും കഴിക്കുന്നു, വിഴിഞ്ഞത്ത് പോയി കൊണ്ടുവന്നു വിഴിഞ്ഞത്തെ മീനും കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മേടിക്കാൻ വിളിച്ചോ, ഫോൺ ചെയ്ത് പറയുന്നു ചേച്ചി മീനൊന്നും വേണ്ട, ഭർത്താവ് പറഞ്ഞ് മീൻ മേടിക്കേണ്ടെന്ന്, എല്ലാം ഓയിലിൻ്റെ ഇതാണെന്ന്, മീൻ മേടിക്കേണ്ടെന്ന്. ഇങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ് അവർ വാർത്തയിലോട്ട് വീണ്ടും തിരിച്ച് മത്സ്യത്തിന് ഒരു കംപ്ലൈന്റ് ഇല്ല എന്ന് അവർ ഇടണം, സംസാരിക്കണം. ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എങ്കിലേ ഞങ്ങളുടെ ജീവിത പ്രശ്നം, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്ത് സമരം എടുക്കും. ഞങ്ങൾ ഈ മീൻ കൊണ്ടൊന്നും ഇങ്ങനെ ഇട്ടോണ്ട് കിടക്കും, ഇത് പിന്നെ വില കൂടിയ മീനൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിനെ ഒരു നടപടി എടുത്തിരിക്കണം. അവരുടെ കണ്ടെയ്നർ പൊട്ടിയാൽ അത് ഓയിലോ എന്തിനെന്ന് പറയുന്നത് നമ്മുടെ മീനിലൊന്നിലും അങ്ങനെ വന്നിട്ടേ ഇല്ല. പിന്നെ ഇവർ മീൻ മേടിക്കാൻ ചിലർ പേടിക്കുന്നു മീൻ മേടിക്കാൻ. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയണം. ഇപ്പം പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അധികാരികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് കപ്പലിൽ നിന്ന് മറിഞ്ഞത് എന്നത് വ്യക്തമാക്കണം. ഇതെന്താണ് കപ്പലെന്ന് മറിഞ്ഞത്, എന്താണ് ഇത് കഴിച്ച ഈ മത്സ്യം കഴിച്ച പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കൂലോ എന്ന് വ്യക്തമാക്കി തരണം. വ്യക്തമാക്കി തന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വ്യക്തമാക്കാതെ അത് പിന്നെ കൈ കൊണ്ട് തൊടരുത്, അത് വിഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പേടിക്കും. ഞാനായിരുന്നാലും പേടിക്കും. അതുകൊണ്ട് ഇത് എന്തരാണെന്ന് വ്യക്തമാക്കി തരണം ഞങ്ങൾക്ക്. ഇത് വ്യക്തമാക്കാതെ ഇനിയിപ്പോ ഒരു ഇതില്ല. മത്സ്യം കൊണ്ടുവന്ന് ഇത്രയും പെട്രോൾ മണ്ണെണ്ണം ചെലവാക്കിയൊക്കെ ഓടി ഇഞ്ചിനെടുത്ത് പോണവർക്ക് 1000 രൂപ കിട്ടി 5000 രൂപ കിട്ടിയാലും പറ്റത്തില്ല. അതുകൊണ്ട് ആള് വന്ന് മീൻ മേടിച്ചാലേ വില കിട്ടത്തുള്ളൂ. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ വിഷമാണെന്ന്. പക്ഷെ അത് വിഷമല്ല, അതില് നല്ല വില കൂടിയ സാധനം നമ്മൾ എടുക്കുമെന്നുള്ള ഇത് വെച്ച് അവർ വിഷം എന്ന് പറയുന്നതാണ്. വേറെ അല്ലാതൊന്നും കൊണ്ടല്ല. അവരിതുകൊണ്ട് കപ്പല് ലോഡാക്കി ചരിഞ്ഞു കമന്നു പോയി. അത് അവർ പറയുന്നത് ആരും എടുക്കരുത്, അത് തൊടാൻ പാടില്ല, കണ്ട ഉടനെ പോലീസിനെ അറിയിക്കുക എന്നാണ് അവരിപ്പോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് വിഷമല്ല, അത് നല്ല വില കൊടുപ്പുള്ള സാധനം. എടുത്തു കഴിഞ്ഞാൽ വേറെ എല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ഇത് വെച്ചാണ് അവർ പറയുന്നത്. ഈ പാവങ്ങളെ കൊണ്ട് ഇങ്ങനെ ഈ എവിടെന്നെങ്കിലും എടുത്തോണ്ടെന്ന് അരുത്തി വിലയ്ക്കൊക്കെ വിൽക്കുന്ന ഈ പാവങ്ങൾ അവരിങ്ങനെ TV-യിലും വാർത്തകളിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും? നമ്മളെ മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്, വേറെ ഒരു വരവില്ല. നമുക്ക് ഈ കടപ്പുറം കൊണ്ടുള്ള ജീവിതമേ ഉള്ളൂ. ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് ജീവിക്കുക? ഇങ്ങനെയാകുമ്പോൾ വിഷം കുടിച്ചാൽ നമ്മൾ ചാവേണ്ടി വരും. അതിന് ഉത്തരം അവർ മോദി ഉത്തരം കിട്ടുമോ? മോദി ഉത്തരം പറയുമോ? നമ്മൾ ഇത് ഇങ്ങനെ വിഷം കുടിച്ച് കൊച്ചു മക്കളെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കണ്ടേ? എത്രയോ പാവപ്പെട്ടവർ കിടന്ന് ജീവിക്കുന്നു, എത്രയോ പാവപ്പെട്ടവർ, അവരൊക്കെ ജീവിക്കണ്ടേ? ഈ മത്സ്യം കൊണ്ടാണ് എല്ലാ പാവങ്ങളും ജീവിക്കുന്നത്. ഇവരിങ്ങനെ വേണ്ടാത്തതൊക്കെ പത്രത്തിലും TV-കളിലും അതിലും ഇതിലൊക്കെ കൊടുത്ത് ഇങ്ങനെ പരസ്യമാക്കിക്കൊണ്ട് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതങ്ങൾ ഇതാണ്. മത്സ്യത്തില്, അതായത് ഇപ്പൊ കണ്ടെയ്നർ മറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും വിഷ സംഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാമോ? എന്താണ് തോന്നുന്നത് മോളെ? എനിക്ക് തോന്നുന്നത് എന്തെന്നറിയാം മോളെ, ഇവര് പറയുന്ന ആൾക്കാരുടെ കൈ കൊണ്ട് തൊട്ടാൽ കൈ മൊത്തം ഉരുകി പോകും എന്ന് പറയുന്നു. ഈ മനുഷ്യരുരുകി പോകുന്നത് എന്തുകൊണ്ട് മീൻ ചാകൂല മോളെ?
അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവര് പറയുന്ന മനുഷ്യര് തൊട്ട് കഴിഞ്ഞാൽ ഉരുകിപ്പോവും. ഓക്കെ, അപ്പൊ മീൻ ഉരുകുമല്ലോ, മത്സ്യം ജീവനോടെ വരുമില്ലല്ലോ. ഇത് മത്സ്യത്തിന്റെ ഉള്ളിൽ പോകുമ്പോ മത്സ്യം ചത്തല്ലോ. അതെന്തുകൊണ്ട് ഇവര് പറയുന്നില്ല? ഇവരത് പറയാതെ ഇവര് പറയുന്നു തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല. എന്തൊരു തൊടാൻ പാടില്ല? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ഓയിലെന്ന്. ശരി, ഓക്കെ, ഓയിൽ തൊടണ്ടെന്ന് പറഞ്ഞിട്ട് അടിച്ചേറിയ കണ്ടിട്ട് പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വാരി വിതർന്നത്? അതെന്തരാണ് അതിന്റെ അകത്തിരിക്കുന്നത്? അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കൊണ്ടുവന്ന അത്രയും കള്ളക്കടത്ത് സാധനങ്ങളാണ്. അത് മറ്റുള്ളവർ ഉപയോഗിക്കെടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ഓയിലാണ്, തൊടാൻ പാടില്ല, ചത്തുപോകും എന്ന് പറയുന്നത്. മനുഷ്യരെ പറ്റിക്കാനൊക്കെ ഒരു മര്യാദകളും ഉണ്ട്. ഗവൺമെന്റ് ആയിരുന്നാല്, ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നാല്, സർക്കാരായിരുന്നാല്, ഇപ്പൊ ഇരിക്കുന്ന മന്ത്രി ആയിരുന്നാല് പറയുന്നതിനൊക്കെ ഒരു മര്യാദകളുണ്ട് മക്കളെ. ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അത് അവര് കേൾക്കും. ഈ ബുദ്ധിയില്ല ഉള്ളവര്, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിയില്ലെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അവർക്ക് മണ്ടയ്ക്ക് നല്ല മൂളയുണ്ട്. ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളാണ് മക്കളെ. പഠിക്കാത്ത ഞങ്ങൾക്ക് പഠിച്ചവരെക്കാളും പാടാ അറിയാം. ഇന്ന് പഠിച്ചവരും ഒരു വാക്ക് ഉച്ചരിക്കില്ല. പഠിക്കാത്ത ഞങ്ങള് മുസ്ലിങ്ങളുടെ വാക്ക് വരെ ഞങ്ങൾ ഉച്ചരിക്കും. എന്തെന്നറിയോ? ഞങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പഠിച്ച് അവരോടൊപ്പം നിന്ന് പറയാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങൾക്ക് പറയേണ്ട കഴിവുണ്ട്. അപ്പൊ ഈ അറിഞ്ഞുകൂടാത്തവരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്തുകൊണ്ട് ഇത് പൊട്ടിയാൽ മത്സ്യം ചാകൂല? അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ആള് തൊട്ടാൽ ആള് ഉരുകിച്ചാകും. നിങ്ങൾ പറയും ഞങ്ങൾ കള്ളക്കടത്ത് സാധനങ്ങളാണ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു, ഇത്ര കോടി സാധനം കൊണ്ടുവന്ന് അത്രയും കോടി ഇല്ലാതെയായി, കിട്ടുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് തരും എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. അയ്യോ, അതുങ്ങൾ ഇത്രയും കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതാണ്, അവർക്ക് നമുക്ക് കിട്ടിയതാണ്, നമുക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാലും ഓക്കെ. ഇവരിതൊന്നും പറയാൻ ഇത്രയും വാക്ക് പറയണ്ട. കാരണം എന്തുണ്ട്? അവരിന്നത് പറയാൻ പോയിട്ടല്ലേ ഞങ്ങൾ ഇന്ന് കിടന്ന് ആലോങ്ങോലപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇന്ന് വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. നമ്മൾ ഈ മത്സ്യങ്ങൾ വിറ്റ് ജീവിക്കുന്നവരാണ്, നമ്മൾ ഈ മത്സ്യം കഴിക്കുന്നവരുമാണ്. ഞങ്ങൾ കഴിച്ചപ്പോ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ വിഴിഞ്ഞത്തുനിന്നാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല മക്കളെ. ശരി, കൊടുങ്കാറ്റ് വീഴുന്നു, പിന്നെ ദൂരം ഇത് മറിയുന്നു, ശരി, ആൾക്കാർ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതും ഓക്കെ. ഇത് നിങ്ങൾ എന്തിനാണ് ഇത്രയും അത്ഭുതം പൊട്ടിച്ചിട്ടത്? അല്ല, ഇത്രയും ആൾക്കാരെ നിങ്ങൾ വെള്ളത്തിലാക്കിയ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത്? മത്സ്യത്തിന് വിളിക്കുമ്പോ അയ്യോ ആ ഓയില് കമ്മുന്നതല്ലേ കഴിച്ചാൽ ഞങ്ങൾ മത്സ്യം ചത്തില്ല, മീൻ എങ്ങനെയാണ് കഴിച്ചാ മനുഷ്യര് ചാകും? മോളെ സമ്മതിച്ചു, ഓയിൽ വീണാ ചത്തുപോകും, മത്സ്യം ചത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ആൾക്കാർ ചാകും മോളെ? അപ്പൊ അവിടെ ഇരിക്കുന്നവൻ കള്ളക്കടത്ത് സാധനത്തിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നു. അവരുടെ തൊന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കും മക്കളെ. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നോക്കണ്ടെന്ന് പറയും. ആൾക്കാരെ പറ്റിക്കാൻ നോക്കി ആൾക്കാരെ അവരെ പറ്റിപ്പിച്ചു കൊടുക്കുമെന്ന് പറയും. അതാണ് പറയേണ്ടത് മക്കളെ. ഇവര് ഒരടി കൊടുത്താൽ തിരിച്ച് തുറയിലുള്ള ജനങ്ങൾ അത്രയും രണ്ടടിയായിട്ട് തിരിച്ചു കൊടുക്കും. അത് ഇവരാരും ചിന്തിക്കുന്നില്ല മക്കളെ. എന്തിനാണ് മക്കളെ ഇങ്ങനെയൊക്കെ ഇവര് മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നത്? കച്ചവടം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണോ പറയുന്നത്? അതേ മോളെ, ഇപ്പൊ നമ്മൾ ഇവിടെ മത്സ്യങ്ങളില്ല, വിഴിഞ്ഞത്ത് പോകുന്നു. അവിടെ പോയി ഇത്തിരി പോലെ മത്സ്യം കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വിളിക്കുമ്പോ അവരിതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പോയി. അപ്പൊ ഇവര് തിരിച്ച് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞ അത്രയും കള്ളമാണ്, മത്സ്യത്തിനൊരു കുഴപ്പവും ഇല്ല, മത്സ്യം മേടിക്കുന്നവര് മത്സ്യം മേടിച്ചോളൂ, അതിൽ ഏതൊരു മായവും ചേർന്നിട്ടില്ല, ചേർക്കാൻ പോകുന്നില്ല. ആൾക്കാർ പേടിക്കാതെ നിങ്ങൾ മത്സ്യം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് രണ്ട് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി മക്കളെ. കടപ്പുറത്ത് വന്ന ആൾക്കാരുടെ മത്സ്യം മേടിക്കും, ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ? ഇതേ പറയാവുള്ളൂ. ഈ കാറ്റിലും കടുവലിലും പണിക്ക് പോകാതെ കിടക്കുന്നവർ, പേടിക്കാതെ ഹാർബർ കിടക്കുന്നവരാണ് പോണത്. അപ്പൊ അവര് പോയി കൊണ്ടുവരുന്നത് നമ്മൾ പോയി കൊണ്ടുവരികയാണ്. അവർക്ക് വില കുറെ കൂടുതൽ കൊടുത്ത്
നമ്മൾ വാങ്ങിച്ചോണ്ട് വരുന്ന മത്സ്യങ്ങളാണ് മോളെ. നമ്മൾ ഫോൺ ചെയ്തിട്ട് പറയും അങ്കിളെ വരി അല്ലെങ്കിൽ ആന്റി വരി, മക്കളെ വരി, മീനുണ്ട്. അയ്യോ ഞങ്ങൾക്ക് മീന് വേണ്ട. എന്ത് മക്കളെ, അത് കാണുന്നില്ലേ വാർത്തയില്? മത്സ്യത്തില് എന്തോരോ കലർന്നത് ചത്തില്ലല്ലോ മത്സ്യം. ചത്ത ആരെങ്കിലും ജീവനോടെ പിടിച്ചോണ്ട് വരുമോ മത്സ്യം? മോളെ, ചത്താൽ മത്സ്യം ജീവനോടെ കൊണ്ടുവരുവോ? ഇത് നമ്മൾ പെടക്കെ കൊണ്ടുവന്ന മത്സ്യമാണ്. ആ പെടക്കെ കൊണ്ടുവന്നപ്പോഴാണ് വാ ഇങ്ങനെ വളർന്നിരിക്കുന്നത്. അതിന്റെ ജീവൻ പോയപ്പം വാ വളർന്നു. അല്ല, കടലിൽ കിടന്ന ചത്ത്, ഈ ഓയിൽ കുടിച്ച് ചത്ത് കിടന്ന മീനല്ല ഞങ്ങൾ കോരിക്കൊണ്ട് വന്നത്, ജീവനോടെ കൊണ്ടുവന്ന മത്സ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ 2 വാക്ക് പൊന്നു മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. ഇത് തന്നെയാണ്, അതായത് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം തീരത്തടിയുന്ന കാര്യങ്ങളൊന്നും കൈകൊണ്ട് തുടരുത്, അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും കഴിക്കരുത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതൊരു മുന്നറിയിപ്പാണെങ്കിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നത് കൂടെ വ്യക്തമാക്കണമെന്ന് തന്നെയാണ് ആ മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത മാർഗം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അധികാരികൾ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു വ്യക്തത ഉടൻ തന്നെ നൽകേണ്ടതുണ്ട്.